ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അവന്റെ ഭവനങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മസ്ജിദുകളാണ്. അവിടുന്ന് പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്നാൽ അത് മസ്ജിദുകളാണ്. എന്നാൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അത് അങ്ങാടികളാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ അവനെ റബ്ബിലേക്ക് അടുപ്പിക്കുമെങ്കിൽ അങ്ങാടികൾ അവനെ അള്ളാഹുവിൽ നിന്ന് അകറ്റും. അപ്പൊ അതുകൊണ്ടാണ് മസ്ജിദുകൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാകുവാനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയുള്ള ഇബാദത്തുകൾ, ദിക്റുകൾ, നിസ്കാരം, അതുപോലെ തന്നെ ഖുർആനിന്റെ പാരായണം, അതുപോലെ തന്നെ ഇൽമിന്റെ മജ്ലിസുകൾ, ഇതൊക്കെ മാത്രമേ പള്ളിയിൽ നടക്കുന്നുള്ളൂ. വേറെ ഒരു അനാവശ്യവും വേറെ അനർത്ഥങ്ങളും ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മസ്ജിദുകളിൽ നടമാടുന്നില്ല. തീർത്തും അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. മസ്ജിദുകൾ അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനുള്ള ദിക്ർ നിലനിർത്താനാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ, നിസ്കരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാണ് മസ്ജിദുകൾ അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരം മസ്ജിദുകളെ ബുയൂത്തുല്ലാ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് പേര് വിളിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത്തരം വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലും അത്തരം വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പള്ളികൾ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹ്. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്. പള്ളികളുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന കാര്യമാണിത്. ഇപ്പൊ പള്ളികൾക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ആ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കപ്പെടുന്ന സദസ്സുകൾ എന്നുള്ളത്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ചില ആളുകൾ ധരിക്കുന്നത് പള്ളി നിസ്കരിക്കുക, തിരിച്ചു പോകുക എന്നതിന് മാത്രമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. അല്ല, പള്ളി എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ളതല്ല. ദീൻ പഠിപ്പിക്കേണ്ടത് പള്ളികളിൽ വെച്ചാണ്, ദീൻ പഠിക്കേണ്ടത് പള്ളികളിൽ വെച്ചാണ്. പള്ളിക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു കാര്യം വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീൻ പഠിപ്പിച്ചു തുടങ്ങിയത് മസ്ജിദിൽ വെച്ചാണ്. സ്വഹാബികൾ അവർക്ക് സാധിക്കുന്നത് പോലെ ഓരോ മസ്ജിദുകളിൽ ഇരുന്നു കൊണ്ടാണ് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വഹാബികളുടെ കാലഘട്ടം കഴിഞ്ഞു. ഇമാമികളുടെ കാലഘട്ടങ്ങളിൽ മസ്ജിദുൻ നബവിയിൽ ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ ദീൻ പഠിപ്പിച്ചിരുന്നു. മക്കയിലെ ഹറമിൽ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ ദീൻ പഠിപ്പിച്ചിരുന്നു. ദീൻ അത് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ. അങ്ങനെ ദീൻ പഠിപ്പിക്കുന്ന, ദീൻ പഠിക്കുന്ന കേന്ദ്രങ്ങളായി
മസ്ജിദുകളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്, കണക്കാക്കേണ്ടതുണ്ട്. ഈ മസ്ജിദുകളിൽ വെച്ച് നടക്കുന്ന ഏറ്റവും ഫളലുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശ്യത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയും അത് പരസ്പരം പഠിക്കുകയും ചെയ്യാൻ. ഖുർആൻ ഓതാത്ത ആളുകൾക്ക് ഓതാൻ അറിയുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഖുർആനിന്റെ അർത്ഥം അറിയാത്ത ആളുകൾക്ക് അതിന്റെ അർത്ഥം അറിയുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ ഖുർആൻ ദീൻ പഠിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം അവരിലേക്ക് ഇറങ്ങും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് സമാധാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഈ സമാധാനം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ഇന്ന് നെട്ടോട്ട് ഓടുന്നത്. ഈ സമാധാനം എന്ന് പറയുന്ന കാര്യം എവിടെ ലഭിക്കും? അതുണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ ആളുകൾ പോവുകയാണ് ഹറാമുകളിലേക്ക്, തിന്മകളിലേക്ക്. ഇതൊക്കെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. എന്നാൽ യഥാർത്ഥ സമാധാനം എവിടെ കിട്ടുക? ഇതെവിടെയാണ്? ഇതുപോലെയുള്ള ദീനിന്റെ സദസ്സുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഇറങ്ങും. നല്ല നിയ്യത്തോടെയാണ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നത് എങ്കിൽ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു മാനസികമായൊരു റാഹത്ത് ലഭിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിയും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളെ വലയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ തെളിവുള്ള കാര്യമാണ്. ഇത്തരം സദസ്സുകളിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ഈ സദസ്സുകളിൽ ആളുകളോടൊപ്പം അവരിയ്ക്കും. ആ സദസ്സിലുള്ള ആളുകളോട് ഉള്ള ഇഷ്ടം കാരണം അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കും. അങ്ങനെ സൊഫായി അണിയണിയായി ആകാശം മുട്ടെ അവരിയ്ക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ അവരെ പൊതിയും എന്നാ പറഞ്ഞത്. മാത്രല്ല വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾക്കിടയിൽ ഈ ആളുകളെ കുറിച്ച് പുകഴ്ത്തി പറയും. ഇതും ഒരുപാട് ഹദീസുകളിൽ തെളിവുള്ള കാര്യമാണ്. അള്ളാഹു നിസ്സാരരായ കേവലം നമ്മളെ കുറിച്ച് എന്തറിയുന്നു? അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കാത്ത മലക്കുകൾക്കിടയിൽ പ്രശംസിച്ചു പറയൂ. ഇത്ര വലിയ നേട്ടാണ് അത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. അപ്പൊ ദീൻ പഠിപ്പിക്കപ്പെടുന്ന, ദീൻ സംസാരിക്കുന്ന മസ്ജിദുകളിലെ സദസ്സുകൾ അത് തുല്യതകളില്ലാത്ത, സമാനതകളില്ലാത്ത മറ്റൊരു സദസ്സിനും സ്ഥാനം പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ സ്ഥാനമുള്ള ശ്രേഷ്ഠതയുള്ള സദസ്സാണ്. അതിനെ കവച്ചു വെക്കാൻ പിന്നെ വേറൊരു സദസ്സുമില്ല. ഈ സദസ്സുകൾ ആകാശബന്ധിതമാണ്. ഇത്തരം സദസ്സുകൾ ആകാശബന്ധിതം ആണെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇവിടെ സംസാരിക്കുന്നത് വഹ്യാണ്. ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ദീനാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്ന രാഷ്ട്രീയമല്ല, ഇവിടെ സംസാരിക്കുന്നത് വേറെന്തെങ്കിലും തോന്നിവാസങ്ങളല്ല. ഇവിടെ പറയുന്നത് ദീനിന്നതാണ്. അല്ലാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് വഹ്യാണ്. വഹ്യ് എവിടുന്ന് ഇറങ്ങിയിരിക്കുന്നത്? ആകാശത്ത് നിന്നാണ്. ആകാശബന്ധിതമായ സദസ്സ് എന്ന് പറയാൻ കാരണം അതാണ്. മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ ആകാശലോകത്തെ മലായിക്കത്തുകളുടെ അവരുടെ ഹാജർ അതിവിടെയുണ്ട്. അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സാണിത്. ആകാശലോകത്തെ മലായിക്കത്തുകൾ വന്നിരിക്കുന്ന സദസ്സുകളാണിത്. ഇതൊരു കേവലം സദസ്സല്ല, ഇത് ആകാശബന്ധിത സദസ്സാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്.
ഇനി ഒരാൾ മസ്ജിദിലേക്ക് വന്നു, ദീൻ പഠിക്കാൻ വന്നു, അവന് ലഭിക്കുന്ന വേറെ വലിയൊരു ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹിജ്ജതുഹു. ഒരു പള്ളിയിലേക്ക് വന്നു, അത് രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ, പള്ളിയിലേക്ക് അവൻ വന്നപ്പോൾ അവന്റെ നിയ്യത്ത് എന്താണ്? എന്തെങ്കിലും ഖൈർ പഠിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഖൈർ പഠിപ്പിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ് അവൻ പള്ളിയിലേക്ക് വന്നത് എങ്കിൽ അവന് പൂർണ്ണമായ ഹജ്ജ് നിർവഹിച്ച ഒരുവന്റെ പ്രതിഫലമുണ്ട്. എന്നാലോചിച്ചു, പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കമാ വലദത്ഹു ഉമ്മുഹു. ഹജ്ജ് മറ്റു തിന്മകളൊന്നുമില്ലാതെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ഇരിക്കും തിരിച്ചു മടങ്ങാൻ. തിന്മകളിൽ നിന്ന് അവൻ മുക്തനായിരിക്കും. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ഈ പ്രതിഫലം എന്തുകൊണ്ട് കിട്ടും? ഇങ്ങനെ ദീൻ പഠിക്കാൻ ഇവിടെ വന്നിരുന്നാൽ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഹജ്ജിന്റെ നിർബന്ധം അതിന്റെ ഫർള് വീടും, അതിന്റെ ഫർള് വീടൂല. ഞാൻ പള്ളിയിലേക്ക് ദർസിന് പോയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇനി ഹജ്ജിന് പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഫർള് വീടുകയില്ല, പക്ഷെ അതിന്റെ പ്രതിഫലം ലഭിക്കും. ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും ഈ ഒരു അമലിലൂടെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാം, ദീൻ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഓതാൻ പള്ളിയിൽ ഒരുവൻ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ദുനിയാവും ദുനിയാവിലുള്ള സകല വിഭവങ്ങളെക്കാൾ ഖൈറായ കാര്യമാണ്. പള്ളിയിൽ ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ വന്നിരുന്നാൽ അത് ദുനിയാവും ദുനിയാവിലുള്ള സകല വിഭവങ്ങളെക്കാൾ ഖൈറായതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫീ സുഫ്ഫ. മസ്ജിദുൻ നബവിയിലെ തിണ്ണയിൽ സുഫയിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യുകും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാന ഔ ഇലൽ അഖീഖി فيأتي منه بناقتين كوماوين في غير إثم ولا قطع رحم. നിങ്ങൾ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഒരുവൻ എല്ലാ ദിവസം എന്താണ് അഖീഖിലേക്കോ ബുത്ഹാനിലേക്കോ പോവുകയാണ്. അഖീഖ് ബുത്ഹാൻ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള രണ്ട് താഴ്വരകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഒട്ടകങ്ങളുടെ ചന്ത ഈ രണ്ട് താഴ്വരയിലാണ് കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത്. അവിടെ നിന്ന് അറബികൾ പോയി നല്ല വില കൂടിയ ഒട്ടകങ്ങൾ കരസ്ഥമാക്കും. അങ്ങനെ ബുത്ഹാനിലേക്കും അഖീഖിലേക്കും എല്ലാ ദിവസവും പോയി അവിടെ നിന്ന് രണ്ട് തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെ കരസ്ഥമാക്കുവാൻ ആരാണ് നിങ്ങളിൽ ഇഷ്ടപ്പെടാത്തത്? സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു. പറഞ്ഞതുപോലെ അഖീഖിലേക്കോ ബുത്ഹാനിലേക്കോ പോയി എല്ലാ ദിവസവും രണ്ട് ഒട്ടകങ്ങളെ മേടിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതിലോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ ഒരു തർക്കവും ഒരു കുടുംബ ബന്ധം മുറിക്കൽ ഒരു പ്രശ്നമില്ലാതെ നേരെ പോയി അവിടുന്ന് രണ്ട് ഒട്ടകങ്ങളെ കരസ്ഥമാക്കുക. അപ്പൊ ഇങ്ങനെ ഇത് ചെയ്യാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടുന്ന് പറഞ്ഞു, അഫലാ യഗ്ദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമു ഔ യഖറഉ ആയതൈൻ മിൻ കിതാബില്ലാഹി ഖൈറുൽ ലഹു മിൻ നാഖതൈൻ. നിങ്ങൾക്ക് എന്തേതൂടെ, ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മസ്ജിദിലേക്ക് പോയി നിങ്ങൾ രണ്ട് ആയത്തുകൾ പഠിക്കുകയോ രണ്ട് ആയത്തുകൾ ഓതുകയോ ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രണ്ട് ഒട്ടകത്തിനേക്കാൾ ഖൈറായതാണത്. ഇനി അവന് രണ്ട് ആയത്തിന് പകരം മൂന്ന് ആയത്താണ് പഠിക്കുന്നത് ഓതുന്നത് എങ്കിൽ
3 ഒട്ടകങ്ങളെക്കാൾ അവന് ഖൈറായത് അതാണ്. വഅർബഉൻ ഖൈറുൻ ലഹു മിൻ 40. 4 ആയത്തുകൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ 4 ഒട്ടകങ്ങളെക്കാൾ അവന് ഖൈറായത് അതാണ്. വമിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ. ഇനി വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് ഒട്ടകങ്ങൾ കരസ്ഥമാക്കുന്നതിന് തുല്യമാണ് ഓരോ ആയത്തുകൾ പഠിക്കുന്നതും ഓതുന്നതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ നോക്കൂ, അറബികളുടെ ഇടയിൽ അന്ന് വളരെ വിശിഷ്ടമായ വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് ഒട്ടകം എന്ന് പറഞ്ഞാൽ. നാഖതൈനി കൗമാവൈനി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തടിച്ചു കൊടുത്ത ഒട്ടകങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള കാര്യമാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പള്ളിയിലേക്ക് ഒരുവൻ വന്ന് 2 ആയത്തുകൾ 3 ആയത്ത് 4 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അവന് ഈ പറഞ്ഞ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായ വിഭവങ്ങളെക്കാൾ ഖൈറായത് അതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി മസ്ജിദിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടിയിരിക്കുന്നത് 2 നിസ്കാരങ്ങൾക്കിടയിലായാൽ അതിന് വീണ്ടും ശ്രേഷ്ഠത കൂടുകയാണ്. നമ്മളിപ്പോ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ഇശാഇന് വേണ്ടി ഇരിക്കുകയാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഇരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം, അതിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, ഇദാ തതഹറ الرجل ثم مر الى المسجد يرى الصلاه كالقانت. ഒരു വീട്ടിൽ നിന്ന് wudu എടുത്ത് പള്ളിയിലേക്ക് പോയാൽ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ്. വയുക്തബു മിനൽ മുസല്ലീൻ. അവൻ നിസ്കരിച്ചിട്ടില്ല എങ്കിലും അവൻ നിസ്കരിക്കുന്നവരോടൊപ്പം അവരുടെ പേര് രേഖപ്പെടുത്തപ്പെടും. മിൻ ഹീനി യഖ്റുജു മിൻ ബൈതിഹി ഹത്താ യർജിഅ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവൻ നിസ്കരിക്കുന്നവരോടൊപ്പമാണ് രേഖപ്പെടുത്തപ്പെടുക അവരുടെ പേര്. നമുക്ക് പള്ളിയിലേക്ക് ഒരുവൻ നിസ്കരിക്കുന്നതിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് പ്രതീക്ഷിച്ച് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് മടങ്ങണമെന്ന് നീയത്തിൽ ഒരുവൻ വന്നാൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് വരെ അവൻ നിസ്കരിക്കുന്ന ആളുകളോടൊപ്പമാണ് അവന്റെ പേര് രേഖപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, സ്വലാത്തുൻ അലാ ഇസ്രി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമ. ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരം, അതിനിടയിൽ ഒരാൾ ഒരു അനാവശ്യവും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ക്ലാസ് കേൾക്കാനിരിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും ഒരു തിന്മാരെങ്കിലും ചെയ്യുന്നുണ്ടോ? പൂർണ്ണമായി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്തൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു അനാവശ്യ കാര്യങ്ങളിലും അവൻ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ കിതാബുൻ ഫീ ഇല്ലിയീന യശ്ഹദുഹുൽ മുഖറബൂൻ. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ സാക്ഷികളാകുന്ന ഇല്ലിയീൻ എന്ന ഗ്രന്ഥത്തിലാണ് അവന്റെ പേര് രേഖപ്പെടുത്തപ്പെടുക. വലിയ ഫളലാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികൾ മഗ്രിബ് നിസ്കരിച്ചു. സഹാബികൾ പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. എന്നിട്ട് മടങ്ങി പോകാനുള്ള കുറച്ച് ആളുകൾ മടങ്ങിപ്പോയി. എന്നാൽ മസ്ജിദിൽ ഇരിക്കാൻ ചില ആളുകൾ തയ്യാറായി അവർ മസ്ജിദിലിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെട്ടു വന്നു, ഓടി വന്നു, ധൃതിപ്പെട്ടു വന്നു. അവിടുത്തെ വസ്ത്രം കയറ്റിപ്പിടിച്ചിട്ടാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. ആ ധൃതി കാരണം അവിടുത്തെ വസ്ത്രം മുട്ടിന് മേൽ പൊങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിറു ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാഇ യുബാഹി ബികുമുൽ മലായിക. ആ മസ്ജിദിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാഇന് വേണ്ടി അവിടെ തന്നെ ഇരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളുടെ റബ്ബ് ആകാശത്ത് നിന്ന് ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ നിങ്ങളെ കുറിച്ച് മലക്കുകളോട് പൊങ്ങച്ചം പറയുകയാണ്, നിങ്ങളെ കുറിച്ച് മലക്കുകളോട് പുകഴ്ത്തി പറയുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? ഉൻദുറു ഇലാ ഇബാദി ഖദ് ഖദൗ ഫരീദതൻ വഹും യൻതദിറൂന ഉഖ്റ. മലക്കുകളെ, എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ, അവർ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞ് അടുത്തൊരു ഫർളിനെ കാത്തിരിക്കുകയാണ്.
എന്നിങ്ങനെ മലക്കുകളോട് അള്ളാഹു ഈ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊണ്ട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് പറഞ്ഞു, ഫഇദാ സല്ലാ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി. ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലം എന്താ? നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ സല്ലി അലൈഹി, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണം, അല്ലാഹുവേ ഇവന്റെ മേൽ നീ സ്വലാത്തു ചൊല്ലണം എന്നിങ്ങനെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു ഇവനോട് നീ കാരുണ്യം ചെയ്യണേ എന്നിങ്ങനെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മജ്ലിസു ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സുകൾ, ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ, അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ചെറിയ പാപങ്ങൾ അതെല്ലാം പൊറുക്കപ്പെടാം എന്ന് പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല നീയത്തിൽ ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചു ഒരുവൻ ഇൽമിന്റെ മജ്ലിസ് ഇരിക്കുകയാണെങ്കിൽ അവന് എഴുന്നേൽക്കുമ്പോൾ, അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ എന്ത് പ്രതീക്ഷിക്കാം? അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതായി അവന് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. കാരണം എന്താ? മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഇവനെ നീ കാരുണ്യം ചെയ്യണേ, ഇവന്റെ മേൽ നീ സ്വലാത്തു ചൊല്ലണേ എന്നിങ്ങനെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മാത്രല്ല, ഇങ്ങനെ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ അവരുടെ കാര്യത്തിൽ അള്ളാഹു സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാര്യത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തവത്തന റജുലുൻ മുസ്ലിമുൻ അൽ മസാജിദ ലിസ്സലാത്തി വദ്ദിക്ർ. ദിക്റിന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടിയൊക്കെ ഒരുവൻ പള്ളിയിൽ മാറിയിരുന്നു എങ്കിൽ ഇല്ലാ തബശ്ബശ അല്ലാഹു ലഹു, അല്ലാഹു അവന്റെ കാര്യത്തിൽ സന്തോഷിക്കും. കമാ യതബശ്ബശു അഹ്ലുൽ ഗായിബി ബിഗായിബിഹിം ഇദാ ഖദിമ അലൈഹിം. അല്ലാഹുവിന്റെ സന്തോഷത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരാൾ അവന്റെ കുടുംബത്തിന് ഉപേക്ഷിച്ച് ദൂരേക്ക് യാത്ര പോയി, ഒരുപാട് കാലത്തിന് ശേഷം അയാൾ തിരിച്ചു വന്നാൽ ആ വീട്ടുകാർക്ക് എത്ര സന്തോഷം ഉണ്ടാകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഇത്തരം ഹദീസുകൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിപ്പോ ഈ ചെയ്യുന്നത് ഒരു ഇബാദത്താണ്, നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ്. ഇതിൽ നമുക്ക് മടുപ്പ് വരും. സ്വാഭാവികമായും മടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ നമ്മൾ ആലോചിക്കണം. ഈ ശ്രേഷ്ഠതകൾ ആലോചിച്ചിട്ടില്ല എങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് മടി വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന ഇബാദത്ത് നമുക്കൊരു ഭാരമായി തോന്നും. അതുകൊണ്ടാണ് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, മല്ലം യഅരിഫ് സവാബൽ അഅമാലി സഖുലത അലൈഹി ഫീ ജമീഇൽ അഹ്വാൽ. പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠതയും അതിന്റെ പ്രതിഫലവും ഒരാൾക്ക് അറിയില്ല എങ്കിൽ ആ പ്രവർത്തനം ചെയ്യൽ എപ്പോഴും അവന് ഭാരമായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത്തരം സദസ്സുകൾ അതിന് പങ്കെടുക്കാൻ മടി ഉണ്ടാകുമ്പോൾ, ഇതിൽ നിന്ന് നമ്മൾ വിമുഖത കാണിക്കുമ്പോൾ നമ്മൾ ഈ ശ്രേഷ്ഠതകളൊക്കെ ആലോചിച്ച് നോക്കും. ഇപ്പൊ എത്ര ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞത്, ഒരുപാട് ശ്രേഷ്ഠതകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര അധികം അവസരങ്ങൾ നമുക്ക് നൽകിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. ഈ ശ്രേഷ്ഠതകൾ നമ്മൾ ആലോചിച്ച് വെക്കുക, നിയ്യത്ത് വെക്കുക. ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ ലഭിക്കണം എന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇത്തരം സദസ്സുകൾ സഹോദരങ്ങൾ ദുനിയാവിലെ സ്വർഗാണ്. ദുനിയാവിലെ സ്വർഗാണ് ഇത്തരം സദസ്സുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ മറർതും ബിറിയാദിൽ ജന്നതി ഫർതഉ. നിങ്ങൾ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിലൂടെ പോയി കഴിഞ്ഞാൽ, സ്വർഗത്തോപ്പുകളിലൂടെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അതിന്റെ അരികിലൂടെ നിങ്ങൾ നടന്നാൽ ഫർതഉ, നിങ്ങൾ അതിൽ കയറി ആസ്വദിക്കണം. നിങ്ങൾ പരമാവധി അതിൽ നിന്ന് ആസ്വദിക്കണം. ആ തോട്ടങ്ങളിൽ കയറി അതിലെ ഫലങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം. സഹാബികൾക്ക് അത്ഭുതമായി. അള്ളാഹുവിന്റെ റസൂല് ദുനിയാവിൽ സ്വർഗത്തിന്റെ തോപ്പോ,
അതേതാണ് ദുനിയാവിലെ സ്വർഗത്തിന്റെ തോപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖുൽ ദിക്ർ, ദിക്റിന്റെ ഹൽഖകളാണ്, ദിക്റിന്റെ സദസ്സുകളാണ്. എന്താ ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ? താബിഈങ്ങളായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഹലാൽ ഹറാമുകൾ പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന, ദീൻ സംസാരിക്കുന്ന സദസ്സുകളാണ് ഹിലഖുൽ ദിക്ർ എന്ന് പറഞ്ഞാൽ. എന്താണ് ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ? ദീൻ പഠിപ്പിക്കുന്ന, ദീൻ സംസാരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അവന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന, ഹലാൽ ഹറാമുകൾ പഠിപ്പിക്കുന്ന സദസ്സുകൾ. അതാണ് ദിക്റിന്റെ സദസ്സ്. അതാണ് സ്വർഗത്തിലെ തോപ്പ് എന്ന് പറഞ്ഞാൽ. താബിഈയായ അത്താ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മജ്ലിസുൻ യതഅല്ലമു ഫീഹി അൽഅബ്ദു അൽഹലാല വൽഹറാമ മിൻ ദിക്രില്ലാഹ്. ഒരാൾ ഇരുന്ന് ഹലാൽ ഹറാമുകൾ, ദീനിന്റെ വിധിവിലക്കുകൾ പഠിക്കുന്ന സദസ്സുകൾ അത് അല്ലാഹുവിനുള്ള ദിക്റാണ്. അത് ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹിലഖുൽ ദിക്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതാണ് സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സ്വർഗത്തോപ്പിൽ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടും അത്തരം സദസ്സുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടും അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുവൻ ഇത്തരം സദസ്സുകൾ ഇരുന്നു കഴിഞ്ഞാൽ, ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ചുരുങ്ങിയത് ഒരാൾക്ക് ഇത്തരം സദസ്സുകൾ ഇരുന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന ഒരു ശ്രേഷ്ഠത. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങി, ക്ലാസ് അവസാനിക്കുന്നതിനിടെ എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ടുണ്ടാകും. ആ പേര് കേൾക്കുമ്പോഴെല്ലാം ഒരാൾ സ്വലാത്ത് പറയുകയാണെങ്കിൽ വേറെ ഒന്നും കേട്ടിട്ടില്ല, എഴുതിയിട്ടില്ല, പഠിച്ചിട്ടില്ല, സ്വലാത്ത് മാത്രം ചൊല്ലിയിരുന്നാൽ പോലും ഈ ഒരു മജ്ലിസ് കഴിയുമ്പോഴേക്ക് എത്ര പ്രതിഫലമാണ് അവനക്ക് ലഭിക്കുക എന്നാലോചിച്ച് നോക്ക്. ഒരു സ്വലാത്ത് പറഞ്ഞാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 10 സ്വലാത്ത് ലഭിക്കും. അപ്പൊ എത്ര ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു മഹത്വമെങ്കിലും അവന് കരസ്ഥമാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു മഹത്വം മാത്രമാണ് ഉള്ളത് ഈ സദസ്സിനല്ല. ഇപ്പൊ സഹോദരങ്ങളെ, ഇൽമിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് ഇങ്ങനെ ഒരു മസ്ജിദ് ഇവിടെ ഉണ്ടായി എന്നുള്ളത്. ആ മസ്ജിദുകളിൽ ആഴ്ചകളിൽ 1, 2, 3 സദസ്സുകൾ ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കാം, അവിടെ നമുക്ക് ഇരിക്കാൻ സാധിക്കാം എന്നൊക്കെ പറഞ്ഞ വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ്. അള്ളാഹുവിനോട് എത്ര ഹംദ് പറഞ്ഞാലും മതിയാകൂല. കാരണം ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇൽമ് നിരന്തരം കേൾക്കുന്ന ആളുകളാകുക, പഠിക്കുന്ന ആളുകളാകുക. കാരണം ഫിത്നകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ അത് വർദ്ധിപ്പിക്കാൻ, ഈ ദീനിൽ നമുക്ക് അടിയുറച്ചു നിൽക്കാൻ നമുക്ക് ഇൽമ്, അതിന്റെ വർധനവ് അത്യാവശ്യമാണ്. ഇൽമ് വർദ്ധിക്കുകയും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കുകയും ദീനിൽ കൂടുതൽ അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരം സദസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഉപകാരം അതാണ്. അതുകൊണ്ടാണ് ചില സഹാബികൾ പറഞ്ഞത്, കുൻ ആലിമൻ, നീ ഒന്നല്ലെങ്കിൽ പണ്ഡിതനാകുക, ഔ മുതഅല്ലിമൻ, അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവുക, ഔ മുസ്തമിഅൻ, അതല്ലെങ്കിൽ ഒരു കേൾവിക്കാരനെങ്കിലും ആവുക, ഔ മുഹിബ്ബൻ, അതല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്ന ആളെങ്കിലും ആവുക, വലാ തകുനിൽ ഖാമിസ്, അഞ്ചാമതൊരാളായി മാറരുത് നീ. അങ്ങനെയാണ് ഈ ഫതഹലിക്, നിന്റെ നാശം അവിടെ നിന്നും തുടങ്ങും. ദീൻ കേൾക്കാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ അത് വർദ്ധിച്ചു വന്നാൽ നമ്മുടെ നാശം അവിടെ നിന്നും തുടങ്ങും. ഏറ്റവും ചുരുങ്ങിയത് കേൾവിക്കാരനെങ്കിലും ആകാൻ ശ്രദ്ധിക്കുക. പഠിക്കുന്നുണ്ടോ, അതിനുവേണ്ടി മാറിയിരിക്കുന്നുണ്ടോ, ഹിഫ്ളാക്കുന്നുണ്ടോ, അത് മറ്റൊരു കാര്യം, കൂടുതൽ വിശദീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. എന്നാൽ ചുരുങ്ങിയ നമ്മൾ കേൾവിക്കാരെങ്കിലും ആകുക. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി, ഇൽമ് കേൾക്കാൻ പഠിക്കാനൊന്നും ഇഷ്ടമല്ലാത്ത ആളുകളിൽ ഒരു ഖൈറുമില്ല എന്നാണ് പറഞ്ഞത്. ഒരു ക്ലാസ്സിലും വരൂല്ല, ഒരു ക്ലാസ്സും കേൾക്കാനും താല്പര്യമില്ല. എന്നാൽ ക്ലാസ്സുകൾ ഇല്ലാത്തതിന്റെ കുറവാണോ? ഉണ്ട്, ഇഷ്ടം പോലെ മുന്നിലുണ്ട്, പക്ഷെ പങ്കെടുക്കുന്നില്ല, താല്പര്യമില്ല, ഒരു ഖൈറുമില്ല അവനിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അത് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നാണ്. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അള്ളാഹു ഫിഖ്ഹു കൊടുക്കും. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവന് ദീനിൽ അള്ളാഹു അറിവ് കൊടുക്കൂല. ഇൽമ് ഇഷ്ടപ്പെടാത്തവൻ, അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളിൽ ഒരു ഖൈറുമില്ല എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഇൽമ് കേൾക്കാനിരിക്കുക, പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. നമ്മളെ തിരക്ക് അവസാനിക്കലുണ്ടാകൂല. തിരക്കുകൾക്കിടയിൽ നമ്മൾ സമയം കണ്ടെത്തി ഇരിക്കണം. ഇത്തരം സദസ്സുകൾ അത് അമൂല്യമായ നിധികളാണ്. അതേത് ക്ലാസ് ആകട്ടെ, ആരെടുക്കുന്ന ക്ലാസ്, ഇൽമ് അള്ളാഹും റസൂലും പണ്ഡിതന്മാരും പറയുന്നതിനനുസരിച്ച് വിശദീകരിക്കുന്ന ഏത് മജ്ലിസും ഏത് സദസ്സും അത് വലിയ നിധികളാണ്. മഹാന്മാരായ മുൻഗാമികൾ അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ആ ത്യാഗങ്ങളൊന്നുമില്ല. നമുക്ക് ഇൽമ് കേൾക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ ദർസ് കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളിൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടാകും ഈ ദർസിന് വേണ്ടി? അര ദിവസം, ഒരു മണിക്കൂർ? ഇല്ല. സഹാബികൾ ഒരു മാസ കാലയളവ് യാത്ര ചെയ്തിട്ടുണ്ട്, മുൻഗാമികൾ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മദീനയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഷാമിൽ അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ഹദീസ് ഉണ്ട് എന്നറിഞ്ഞപ്പോ മുതൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഒട്ടകത്തിനെ വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ സാമഗ്രികൾ അതിന്റെ മേൽ കെട്ടിവെച്ച് അപ്പോൾ തന്നെ യാത്രയായി. ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. ഞാൻ അങ്ങനെ ഹദീസ് കേൾക്കാൻ വന്നതാണ്, ഹദീസ് പറഞ്ഞു തരി. ഹദീസ് കേട്ടു, തിരിച്ചു വീണ്ടും മദീനയിലേക്ക് പോയി. ഒരു മാസം. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ ഒരു വർഷത്തിന് 2 പകുതിയാക്കും. എന്നിട്ട് ഒരു പകുതി അദ്ദേഹം അധ്വാനിക്കാൻ പോകും, സമ്പാദിക്കും. സമ്പാദിച്ചതിന് ശേഷം അടുത്ത 6 മാസം എന്ത് ചെയ്യും? അദ്ദേഹം ഇൽമ് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു അൻസാരിയുമായി ഒരു കരാറുണ്ടായിരുന്നു. എന്താ കരാർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരിക്കും. ഒരു ദിവസം അൻസാരി പണിക്ക് പോകും. അൻസാരി പണിക്ക് പോയി തിരിച്ചു വന്നാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതൊക്കെ അൻസാരിക്ക് പഠിപ്പിച്ചു കൊടുക്കും. അന്നത്തെ കൂലി 2 ആളുകളും ഭാഗിക്കും. പിറ്റേന്ന് ഉമർ റളിയല്ലാഹു അൻഹു ജോലിക്ക് പോകും. അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ജോലി ചെയ്ത് തിരിച്ചു വന്നാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് അൻസാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കും. അന്നത്തെ കൂലി 2 ആളുകളും വീതിക്കും. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻസാരി തമ്മിൽ ഒരു കരാറിലായിരുന്നു. അപ്പൊ നോക്കുക, ഇൽമ് നേടിയെടുക്കാൻ, ഇൽമ് പഠിക്കാൻ, കേൾക്കാനൊക്കെ മുൻഗാമികൾ ഇത്രയൊക്കെ കഷ്ടപ്പാട് എന്ത് ചെയ്തിട്ടുണ്ട്? ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഈ പറഞ്ഞ കഷ്ടപ്പാടൊന്നും നമുക്കില്ല. പക്ഷെ എന്നിട്ടും അവസരങ്ങൾ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഒരുവൻ മുന്നോട്ട് വന്നാൽ, ദീൻ കേൾക്കാൻ ഒരുവൻ മുന്നോട്ട് വന്നാൽ അവൻ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചവനെ പോലെയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കൽ അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ഹുവ ജാലിസുൻ ഫിൽ മസ്ജിദി വന്നാസു മഅഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം മസ്ജിദിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇദ് അഖ്ബല സലാസതു നഫരിൻ, 3 ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു, മസ്ജിദിലേക്ക് കയറി വന്നു. فأقبل 2 إلى رسول الله صلى الله عليه وسلم وذهب واحد. 2 ആളുകൾ മുന്നോട്ട് സദസ്സിലേക്ക് വന്നു, ഒരാൾ തിരിഞ്ഞുപോയി. فوقف على رسول الله صلى الله عليه وسلم. صلى الله عليه وسلم അരികിൽ ഈ 2 ആളുകളും കുറച്ചു സമയം നിന്നു. എന്നിട്ടോ فأما أحدهما فرأى فرجة في الحلقة فجلس فيها. അതിൽ ഒരാൾ എന്ത് ചെയ്തു? മസ്ജിദിൽ ഇരിക്കുന്ന ആ ഒരു മജ്ലിസിൽ ഒരു വിടവ് കണ്ടപ്പോൾ ആ വിടവിലേക്ക് കയറി ഒന്ന് അവിടെ ഇരുന്നു, ദീൻ കേൾക്കാൻ വേണ്ടി. എന്നാൽ വഅമ്മൽ ആഖറു, 2ാമത്തെ ആളോ ഫജലസ ഖൽഫഹും, അയാൾ മടിച്ച് പിറകിൽ പോയിരുന്നു. വഅമ്മ സാലിസു, 3ാമത്തെ അയാൾ
ഫഅദ്ബറ ദാഹിബൻ, അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. അങ്ങനെ സദസ് കഴിഞ്ഞപ്പോൾ, ദർസ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഉഖ്ബിറുകും അനിൻ നഫരി സലാസ, ഈ വന്ന 3 ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അമ്മ അഹദുഹും ഫഅവാ ഇലല്ലാഹി ഫആവാഹു അല്ലാഹ്, അതിൽ ഒന്നാമത്തെ ആൾ അവൻ അല്ലാഹുവിലേക്ക് അഭയം തേടി വന്നു, അവന് അല്ലാഹു അഭയം കൊടുത്തിരിക്കുന്നു. എന്നാൽ വഅമ്മൽ ആഖറു ഫസ്തഹ്യാ ഫസ്തഹ്യ അല്ലാഹു മിൻഹു, രണ്ടാമത്തെ ആൾ ലജ്ജ കാണിച്ചു, അവനിൽ നിന്ന് അല്ലാഹുവും ലജ്ജ കാണിച്ചിരിക്കുന്നു. വഅമ്മൽ ആഖറു ഫഅഅറദ ഫഅഅറദ അല്ലാഹു അൻഹു, മൂന്നാമത്തെ ആൾ അവൻ തിരിഞ്ഞു കളഞ്ഞു, അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇത്തരം ദർസുകളിലേക്ക് അവൻ മുന്നിട്ട് വന്നാൽ, സദസ്സുകളിലേക്ക് മുന്നിട്ട് വന്നാൽ അവൻ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചവനെ പോലെയാണ്. അവന് അഭയം കൊടുക്കാൻ അള്ളാഹു ഉണ്ട്. ഇതിലേക്ക് മുന്നിട്ട് വരുന്നതിനനുസരിച്ച് അവനിൽ ഖൈറുകൾ വർദ്ധിക്കും, അതല്ല എങ്കിൽ ഖൈറുകൾ ഇല്ലാതെയാകും എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരം വീതം വെക്കലാണ്. ഇത്തരം ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരം എന്ത് ചെയ്യണം? വീതം വെക്കലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നുപോയി. എന്നിട്ട് ആ അങ്ങാടിയുടെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ അഹ്ല സൂഖി മാ അഅ്ജസകും, കച്ചവടക്കാരെ, അങ്ങാടിക്കാരെ, നിങ്ങൾ എത്ര ദുർബലരാണ്, എത്ര അശക്തരാണ്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ അങ്ങാടിക്കാർ അവർ ചോദിച്ചു, എന്താണ് അബൂ ഹുറൈറ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാക മിറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്സമു വഅൻതും ഹാഹുന, അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരം അവിടെ വീതിക്കപ്പെടുകയാണ്, നിങ്ങൾ ഇവിടെ അങ്ങാടിയിൽ ഇരിക്കുകയാണോ? അപ്പൊ അവർ ചോദിച്ചു, എവിടെയാണത് വീതിക്കപ്പെടുന്നത്, എവിടെയാണ്? അപ്പൊ ഫിൽ മസ്ജിദ്, പള്ളിയിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് പോയി നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരത്തിൽ നിന്നുള്ള പങ്ക് നിങ്ങൾ വേഗം പോയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫഖറജു സിറാഅൻ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് വേഗം പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ അങ്ങാടിയിൽ തന്നെ നിന്നു. അവർ തിരിച്ചു എന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി അബൂ ഹുറൈറ അവിടെ അങ്ങാടിയിൽ തന്നെ നിന്നു. എന്നിട്ട് അവർ തിരിച്ചു വന്നു. അപ്പൊ അബൂ ഹുറൈറ ചോദിച്ചു, എന്താണ് പറ്റിയത്, എന്താണ് സംഭവിച്ചത്? അവര് പറഞ്ഞു, യാ അബാ ഹുറൈറ ഖദ് അതൈനൽ മസ്ജിദ് ഫദഖൽനാ ഫലം നറ ഫീഹി ശൈഅൻ യുഖ്സം, ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു, പള്ളിയിൽ ഒന്നും ഞങ്ങൾ കണ്ടില്ല, അവിടെ ഒന്നും വീതം വെക്കുന്നത് ഞങ്ങൾ കാണാനില്ല. അപ്പൊ അബൂ ഹുറൈറ ചോദിച്ചു, വമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ, പള്ളിയിൽ ഒരാളെയും നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഖാലൂ ബല, ഞങ്ങൾ കണ്ടു. റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, ചില ആളുകൾ നിസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടു. വഖൗമൻ യഖറഊനൽ ഖുർആൻ, ചില ആളുകൾ ഖുർആൻ ഓതുന്നത് ഞങ്ങൾ കണ്ടു. വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം, ചില ആളുകൾ ഹലാൽ ഹറാമുകളെ കുറിച്ച് ചർച്ച ചെയ്ത് പഠിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, വൈഹകും ഫദാക മീറാസു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നഷ്ടം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരം എന്ന് അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന അനന്തരം വീതം വെക്കുകയാണ് ഇത്തരം സദസ്സുകളിലൂടെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് ഫദായിലുകൾ, മഹത്വങ്ങൾ ഇനിയും ഇത്തരം സദസ്സുകൾക്ക് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഇത്തരം ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം സദസ്സുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅഅലം. وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.